ബേപ്പൂരിലെ കാഴ്ചകൾ കണ്ടു, പരിമിതികൾ കണ്ടു, മനുഷ്യരുമായി സംസാരിച്ചു അല്ലേ, നല്ല മീൻ, പിടയ്ക്കണ മീനൊക്കെ കണ്ടു. ഇനിയിപ്പോൾ പിടയ്ക്കാത്ത ഹൃദയവുമായിട്ടൊരാൾ ഇവിടെ ഉണ്ട്, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയം. ശ്രീ പ്രകാശ് ബാബു, നമസ്കാരം. നമസ്കാരം. ഞങ്ങളെ ഈ വാർത്ത വന്നാൽ നിമിഷ നേരം കൊണ്ട് അത് തെരുവിൽ അതിനെ ഒരു പ്രകടനമാക്കിയും പ്രതിഷേധമാക്കിയും മാറ്റുന്ന ചെയ്യുന്നതിൽ കേരളത്തിൽ വളരെ പെട്ടെന്ന് പൊളിറ്റിക്കൽ റിഫ്ലക്സ് ഉള്ള നേതാക്കളിൽ ഒരാളാണ്. ഇപ്പോൾ നമ്മൾ കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്തു. വാർത്ത തീർന്നു, ബ്രേക്കിംഗ് വാർത്ത കഴിഞ്ഞ് ലൈവ് എടുത്ത് കഴിയുമ്പോഴേക്കും പ്രതിഷേധവുമായിട്ട് ടീം എത്തുന്നു എന്നുള്ളതാണ്. സോ ഫാസ്റ്റ് ഇതെങ്ങനെ പറ്റുന്നു? എല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഓൾവേസ് ഡു ഓർ ഡൈ, ഇതാണ് നമ്മുടെ പോളിസി തന്നെ. കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, ജനങ്ങൾക്ക് വേണ്ടി മരിക്കുക, ഇത് തന്നെയാണ് പോളിസി. അവരുടെ അവകാശ നിഷേധം എവിടെയുണ്ടായാലും നിവർന്നു നിന്ന് പ്രതികരിക്കും. ഇക്കുറി ബേപ്പൂർ ഒരു താരമണ്ഡലമായി മാറി. ഒന്ന് മുഹമ്മദ് റിയാസ്, PV അൻവർ, ശ്രീ പ്രകാശ്, ഇവർ 3 പേര് നിൽക്കുക. അപ്പോൾ കനത്ത പോരാട്ടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടുത്തെ ഒരു ചരിത്രം എന്ന് പറയുന്നത് BJPക്ക് ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ താങ്കൾ നിൽക്കുന്ന സമയത്ത് 4 ലക്ഷത്തോളം വോട്ട് ഉയർന്നിട്ടുണ്ട് അല്ലേ? 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഒരു 50,000 കണക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണോ? ഒരു പ്രയാസമില്ല. കാരണം ഈ LDFും UDFും ഇവരാര് വന്നാലും ബേപ്പൂര് ശരിയാവില്ല എന്നുള്ള നല്ല ബോധ്യം ജനങ്ങൾക്കിപ്പോൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു കള്ളനാണയത്തിൻ്റെ 2 വശങ്ങളായ 2 മുന്നണികളെയും ഏത് കൊലക്കമ്പന്മാരെ ബേപ്പൂരിൽ ഇറക്കിയാലും ഇപ്രാവശ്യം BJP നേടിയിരിക്കും. അത്ര ആത്മവിശ്വാസം? 100% ആത്മവിശ്വാസം. കാരണം ഇത് ജനങ്ങളുടെ പൾസാണ് ഞാൻ പറയുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഒരു ദിവസം 300-400 വീട്ടിൽ കയറുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ പൾസാണ് ഞാനിപ്പോൾ അരുണേട്ടനുമായി സംവദിച്ചത്. അപ്പോൾ ഈ ചൂട് സമയത്ത് ഇറങ്ങുന്ന സമയത്ത് ഇവർ തരുന്നൊരു സപ്പോർട്ട് വളരെ പോസിറ്റീവായിട്ടാണ്. ആ ഒരു പോസിറ്റീവ് റിയാക്ഷനിൽ ചൂടൊന്നും അങ്ങ് ഏക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അതാണ് ചൂട് ഞങ്ങൾ അനുഭവപ്പെട്ടിട്ടേ ഇല്ല. കാരണം ബേപ്പൂരിൽ പ്രകാശം നിൽക്കുന്ന സമയത്ത് വോട്ടർമാരോട്, ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് പരിമിതികൾ നമ്മൾ കണ്ടു, അവരോട് എന്താ പറയുന്നത്? നിങ്ങൾ വന്നാൽ എന്തു മാറ്റമുണ്ടാക്കും എന്നുള്ളതാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഭരണം പിടിച്ചില്ലെങ്കിൽ പോലും കേരളത്തിലെ ഭരണത്തെ നിശ്ചയിക്കാനുള്ളൊരു ശക്തിയായിട്ട് BJP മാറും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കണക്കുകൂട്ടൽ. അതിലൊന്ന് ബേപ്പൂരായിരിക്കും. 3-4 കാര്യങ്ങൾ ജനങ്ങളോട് നമ്മൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്, ബേപ്പൂരിൽ നിന്ന് എടുത്തു കാണിക്കുന്ന എല്ലാ വികസനങ്ങളും, ഇവിടെ ഇപ്പോൾ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പോലും കേന്ദ്ര ഫണ്ട് കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഒന്ന്. രണ്ടാമത്തത്, കേന്ദ്രം ഫണ്ട് അനുവദിച്ചിട്ടും അത് അമൃത് പദ്ധതിയിലൂടെയും ജൽജീവൻ മിഷനിലൂടെയും കുടിവെള്ളത്തിന് 10,197 വീടുകളാണ് കടലുണ്ടി പഞ്ചായത്തിലുള്ളത്. ആവശ്യമുള്ള എല്ലാ വീടുകളിലേക്കും ജൽജീവൻ മിഷൻ വഴി പൈപ്പ് സ്ഥാപിച്ചു. പക്ഷെ കുടിവെള്ളം സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല. 1. 2, ഈ ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ഏക ആശ്രയമായിട്ടുള്ള ഫറൂഖ് ആശുപത്രി നിങ്ങളിപ്പോൾ പോകുമ്പോൾ കാണാം, അവിടെ വലിയ ബിൽഡിങ്ങും ഉദ്ഘാടന മാമാങ്കമൊക്കെ നടത്തി അവസാനം കാഷ്വാലിറ്റി ഇല്ല, ഡോക്ടറില്ല, ECG ഇല്ല, MRI ഇല്ല, ഒന്നുമില്ല. ഇനി ആകെ ഒരു OPയുടെ ഒരു കാല് പൊട്ടിയിട്ടായിരുന്നു ഒരാൾ പോയി കഴിഞ്ഞാൽ ഡോക്ടർ അരുൺ അവിടെ OPയിൽ ക്യൂ നിന്നിട്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് എക്സ്റേ എടുത്ത് വരണം. എക്സ്റേ എടുത്ത് തിരിച്ചു വരുമ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടാകില്ല. അപ്പോൾ കുടിവെള്ളമില്ല, ആശുപത്രിയില്ല. നമ്മൾ ഈ നിൽക്കുന്ന ഇടം ഇത് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല അനുബന്ധ തൊഴിലാളികളുടെ ഒരുപാടുണ്ട്. ഇവരെ 2 പേരെയും ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുക എന്നല്ലാതെ ഇതിന്റെ വികസനത്തിന് വേണ്ടി ഇതുവരെയായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവിടെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. 6 കോടി രൂപയുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജി മത്സ്യസമ്പദ് യോജനയിലൂടെ നടപ്പിലാക്കിയിട്ടുള്ള ആ ഒരു പദ്ധതി, അതിന്റെ ഒരു ഡ്രഡ്ജിങ്, ആ ഫണ്ട് അനുവദിച്ചിട്ട് പോലും ആ ഡ്രഡ്ജിങ് വരെ കൃത്യമായിട്ട് നടത്തുന്നില്ലെന്നേ. ഇവിടെ കുടിവെള്ളമില്ല. ഇവർ കുടിക്കാൻ വെള്ളം കൊടുക്കാതെ എന്തിനാണ് ഇവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഈ നിങ്ങൾ നോക്ക്, മാലിന്യം. ഈ മാലിന്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ചിലപ്പോ ഇപ്പൊ മാലിന്യം കാണുമ്പോൾ പക്ഷെ മീൻ പിടിച്ചോണ്ട് വരുമ്പോൾ സ്വാഭാവികം. പക്ഷെ നമ്മൾ ആ സൈഡിൽ പോകുമ്പോൾ ഇവർക്കൊരു കുടിവെള്ള പൈപ്പ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതെ, അങ്ങോട്ട് പോകണം. ആ കുടിവെള്ള പൈപ്പ് കണ്ടാൽ അരുണിന് ബേപ്പൂർ മുഹമ്മദ് റിയാസ് സ്ഥാപിച്ച വികസനത്തിന്റെ ആ ഒരു ജലക്കുമിള പൊട്ടിപ്പോകുന്ന കുമിളയാണ്, അത് മനസ്സിലാവും. അത് കാണും, ഇവിടെ കാണാം. അതായത് വെള്ളം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല 600 രൂപ ഒരു ബോട്ടിലേക്ക് കുടിവെള്ളം അവർക്ക് വേണമെങ്കിൽ 600 രൂപ കൊടുക്കണം. ഇപ്പൊ അരുണ് പോയിട്ട് അത് തുറന്നാൽ അതിൽ ശൂന്യതയാണ്, വെള്ളമില്ല. ഇവരെന്ത് ചെയ്യാ? പ്രൈവറ്റ് ഏജൻസികളെ നേരത്തെ വെള്ളം വന്നുകൊണ്ടിരുന്നു, പക്ഷേ 1-2 ദിവസം ഉണ്ടാകില്ല. പിന്നെ എന്ത് പ്രയോജനമാണ് 600 രൂപ കൊടുക്കുന്നതിൽ? ഇവിടെ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞത് ശരി? വെള്ളം കിട്ടില്ല സാറേ. 350 ബോട്ടുണ്ട്. ഈ ബോട്ടിനൊക്കെ മാർച്ച് കഴിഞ്ഞിട്ടാണ് ഒരു തുള്ളി വെള്ളം ഈ ഹാർബറിലില്ല. മറ്റേ കുടിവെള്ളത്തിന്റെ ജപ്പാന്റെ കൺസ ഹാർബറിന്റെ ഗേറ്റിന്റെ പുറത്ത് വരെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടില്ല. പിന്നെ വലിയ പൈസ കൊടുത്തിട്ട് വണ്ടിയിൽ കൊണ്ടുവരികയാണ് വെള്ളം. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ബോട്ടിൽ എത്ര 10,000 ലിറ്റർ 12,000 ലിറ്റർ വെള്ളം വേണം 10 ദിവസത്തേക്ക്.
10 ദിവസത്തേക്ക്. അപ്പോൾ എത്ര രൂപ കൊടുക്കണം? ആ വെള്ളം നമ്മൾ വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ 5000-5500 റുപ്യ 600 രൂപ അല്ല, 5000 രൂപ കൊടുക്കണമെന്നാ. ഒരു ബോട്ടിലേക്ക് അടിക്കണമെങ്കിൽ ഇവിടെ 600 രൂപ കൊടുക്കണം. ഒരു ബോട്ടിലേക്ക് അടിക്കണം. നമുക്കതൊന്ന് നേരിട്ട് കണ്ടിട്ട് വരാം. നിലവിൽ ഇവിടെയാണ് ഉള്ളത്. ആ ഇറക്കി വെച്ചേക്കുന്നതാണ് അല്ലേ? രൂപ നഷ്ടമാണ്. 600 രൂപ കൊടുത്തിട്ടാണ് ഇവർ 10,000 രൂപ കൊടുത്തിട്ട് സ്വകാര്യ ഏജൻസികളിൽ നിന്ന് കുടിവെള്ളം വാങ്ങുന്നത്. അപ്പൊ ഇവിടെ എന്ത് വികസനമാണ്? പിന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇവിടെ 10,000 മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളുടെ ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയാൽ 10-15 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഒരു ഹാർട്ട് അറ്റാക്ക് മറ്റെന്തെങ്കിലും മരണം വന്നു കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഇല്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളില്ല. ഇതെല്ലാം ഇത് പ്രൈവറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെ കുടിവെള്ള പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് വെള്ളം കൊണ്ടുവരാം. ഒരു ലൈന് പൈപ്പേ ഉള്ളൂ. 5 വർഷം മുന്നേ തുമർ റൈസ് ഇവിടെ വന്നപ്പോൾ പൈപ്പൊക്കെ ശരിയായി തരാന്ന് പറഞ്ഞു പോയതാ. പിന്നെ ഈ 5 വർഷമായി ഒരു മാറ്റം ഉണ്ടായില്ല. പൈപ്പുകള് കുടിക്കാനുള്ള വെള്ളം, കൈ കഴുകാൻ, വാഷ് ചെയ്യാൻ. ഇപ്പൊ സംടൈം മാത്രം എപ്പോഴെങ്കിലും വെള്ളം വരുള്ളൂ. ആ വെള്ള പൈപ്പ് ഇപ്പൊ വന്നൊക്കെ അതാണ് അവസ്ഥ. ഓക്കെ, അടിസ്ഥാന പ്രശ്നങ്ങൾ, കുടിവെള്ളത്തിന്റെ പ്രശ്നം പെട്ടെന്ന് പറഞ്ഞു. അതായത് ഈ ബേപ്പൂരിലെ ആകെ നടന്നു എന്ന് പറയുന്ന വികസനം എന്ന് പറയുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാലത്തിൽ പെയിന്റ് അടിക്കലാണ്. ഒരു ഉദാഹരണം, ഡോക്ടർ അരുൺ കേരളത്തിൽ എവിടെയെങ്കിലും 300 മീറ്റർ ടാർ ചെയ്തിട്ട് 3 കോടി രൂപ വാങ്ങിയത് കണ്ടിട്ടുണ്ടോ? അതും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. 300 കോടി. മമള്ളിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് 300 മീറ്റർ ടാർ ചെയ്തതിന് 3 കോടി. മാത്രമല്ല, സേതുബന്ധൻ പദ്ധതിയിലൂടെ 55 കോടി രൂപ പാസ്സാക്കിയിട്ടുള്ള ഫറോക്ക് പാലം അത് ഫണ്ട് ലാപ്സായി പോയി. ഇങ്ങനെ ആകെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മുഹമ്മദ് റിയാസ് 3 മേൽപ്പാലം പണിയുമെന്ന് പറഞ്ഞിട്ട് 6 കുറ്റി, ആകെ 6 ചെറുവണ്ണൂരിൽ 6 ഇതൊക്കെ വികസനം കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പ്രകാശ്. ഉഷാറാവണം, എംപിയിലാക്കുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞിടവേള.